നമ്മൾ കഴിഞ്ഞ തവണ വന്ന് സംസാരിച്ചതിന് ശേഷം ആ വീഡിയോ കണ്ട പലരും വളരെ ആശ്ചര്യത്തോടാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, ആ തെറി പറയുന്ന പെണ്ണുമ്പിള്ളയുടെ അടുത്ത് എങ്ങനെ പോയി, എന്തിനു പോയി? ഇങ്ങനൊരു വളരെ മോശമായ പ്രതിച്ഛായയാണ് നാട്ടിലുള്ളത്, ദിവ്യാരാജിനെ കുറിച്ചുള്ളത്. ഈ പ്രതിച്ഛായയിൽ ഇങ്ങനെ ജീവിക്കാനാണോ, തുടരാനാണോ ആഗ്രഹിക്കുന്നത്, അതോ ഒരു മാറ്റം വരുത്തണോ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിച്ഛായ സമൂഹത്തിൽ വന്ന് പതിച്ചു? മക്കളെ, ഈ പ്രതിച്ഛായ ഉണ്ടാക്കിയത് ഞാനല്ലല്ലോ. സീരിയസ്. അതുപോലെ തന്നെ അവരുടെ വാക്കുകളാണത്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പേരറിയില്ല, റോയ് എന്ന ആള് ഇപ്പോൾ പറയുന്ന ഈ ആളുടെ വാക്കുകളാണ് ഞാൻ കേൾക്കുന്നത്. ഇങ്ങനെ മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞാൻ ഇത് കേൾക്കുന്നത് ഇദ്ദേഹത്തിന്റെ വാക്കുകളാണ്. അപ്പോൾ എനിക്കിവിടെ ഒരു പ്രതിച്ഛായയിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് ഞാൻ. മറ്റുള്ളവര് നമ്മളെ ഒരു ഇതുപോലെ ആക്കി എടുക്കുന്ന, ഇങ്ങനെ ചായ ഉണ്ടാക്കി എടുക്കുന്നതാണ്. ആ ചായ അവരുണ്ടാക്കി എടുക്കുന്നതാണ്. അത് അവര് തന്നെ ഉണ്ടാക്കി കഴിക്കട്ടെ. പക്ഷേ സാധാരണ തെറി പറയുന്നവരെല്ലാം കൂടുതലും പുരുഷന്മാരാ. സ്ത്രീകള് അങ്ങനെ തെറി പറയാറില്ല. അപൂർവം ചിലരായിട്ടുള്ള വളരെ ചെറിയ ശതമാനം ആൾക്കാരുള്ള. അവിടെയാണ് ഒരു സ്ത്രീയായ ദിവ്യാരാജ് വന്ന് തെറിയായിട്ട് സംസാരിക്കുന്നതോട് അതിനപ്പുറത്തെ തെറി പറഞ്ഞ് പ്രതിരോധിച്ച് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, എൻ്റെ പേര് തന്നെ നാഗസൈരന്ത്രി ദേവി. കാരണം ഇപ്പോൾ നിലവിൽ അതാണ്, ആ പേരാണ് ഉള്ളത്. അപ്പൊ അത് പറയുന്നതായിരിക്കും ഒന്നും കൂടെ നന്നായിട്ടുള്ളത്. കാരണം അത് പറഞ്ഞ ദിവ്യരാജൊക്കെ അതൊക്കെയാണ്. എന്നാൽ നിങ്ങളൊക്കെ തന്നെ അറിയപ്പെട്ടത് നാഗസൈരന്ത്രി ദേവി എന്ന. അപ്പോൾ ആ പേര് പറയുന്നത് കൂടുതൽ നന്നായിരിക്കും. മറ്റേ പേര് പറയുമ്പോഴേ പഴയ ആളാണ്, അത് പഴയ ആളല്ല, പഴയത് പുതിയതില്ല.